നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റദ്ദാക്കി രവീന്ദ്രൻ പട്ടയത്തിനു പകരം 2 മാസത്തിനകം പട്ടയം നൽകുമെന്ന വാഗ്ദാനം നൽകിയിട്ടും ഭൂവുടമകൾക്ക് പട്ടയം കിട്ടിയില്ല. 530 പട്ടയങ്ങളാണ് 2022 ജനുവരി 18-ന് സർക്കാർ റദ്ദാക്കിയത്. ദേശീയപാത വിഷയത്തിലും ചട്ടഭേദഗതിയിലും കോൺഗ്രസിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച CPIM. ചട്ടത്തിന്റെ പ്രയോജനം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ MLAയ്ക്കായിരിക്കുമെന്നും CV വർഗീസ്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ദേവികുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കവർച്ച ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി മുൻ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ രംഗത്ത്. ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിച്ചിട്ടില്ലെന്നും മുൻ കമ്മിറ്റിക്കാരനായ മനോജ്. വിശദമായ വാർത്തകളിലേക്ക്. റദ്ദാക്കിയ രവീന്ദ്രൻ പട്ടയത്തിനു പകരം 2 മാസത്തിനകം പട്ടയം നൽകുമെന്ന വാഗ്ദാനം നൽകിയിട്ടും ഭൂവുടമകൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല. അഡീഷണൽ തഹസിൽദാരുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ MA രവീന്ദ്രൻ ദേവികുളം താലൂക്കിൽ നൽകിയ 530 പട്ടയങ്ങളാണ് 2022 ജനുവരി 18-ന് സർക്കാർ റദ്ദാക്കിയത്. 2 മാസത്തിനുള്ളിൽ അർഹരായവർക്കെല്ലാം പകരം പട്ടയം നൽകുമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ വാഗ്ദാനം. 9 വില്ലേജുകളിലാണ് പട്ടയങ്ങൾ റദ്ദു ചെയ്തത്. പകുതി ഭൂവുടമകൾക്ക് പോലും പകരം പട്ടയം നൽകിയിട്ടില്ല. അപേക്ഷ ലഭിച്ചവരിൽ 69 പട്ടയങ്ങൾ മാത്രമാണ് പകരം നൽകിയത്. നടപടികൾ പൂർത്തിയാക്കി 146 പട്ടയങ്ങൾക്ക് കളക്ടറുടെ അനുമതി ലഭിച്ചെങ്കിലും 2024 ജനുവരിയിൽ പട്ടയ നടപടികൾ ഹൈക്കോടതി തടഞ്ഞതിനാൽ ഈ പട്ടയങ്ങൾ നൽകാനായിട്ടില്ല. 240-ലധികം അപേക്ഷകളാണ് പട്ടയം നൽകാനുള്ള പ്രത്യേക ഓഫീസിൽ നടപടികൾ കാത്തുകിടക്കുന്നത്. പകരം പട്ടയം നൽകുവാനുള്ള നടപടികൾക്കായി 2022 ഫെബ്രുവരിയിൽ 41 അംഗങ്ങളുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ മറ്റു ജില്ലകളിൽ നിന്നുള്ള 10 ഉദ്യോഗസ്ഥർ ചുമതല ഏറ്റെടുത്തില്ല. പിന്നീട് കാലാവധി അവസാനിച്ചതോടെ ചില ഉദ്യോഗസ്ഥർ അവർ ജോലി ചെയ്തിരുന്ന റവന്യൂ ഓഫീസുകളിലേക്ക് മടങ്ങി. നിലവിൽ 11 ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. ഇവർക്ക് ഓഫീസിലായിരുന്നു. ദേവികുളം താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പ് ദേവികുളത്തെ സ്പെഷ്യൽ റവന്യൂ ഓഫീസിൽ ഇവർക്ക് ഓഫീസ് സൗകര്യമൊരുക്കി. സ്പെഷ്യൽ റവന്യൂ ഓഫീസിലെ തഹസിൽദാർക്ക് പട്ടയ നടപടികളുടെ ചുമതലയും നൽകി. 241 ഫയലുകളാണ് താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ചതെന്നും ഇത് വേർതിരിച്ചിരിക്കുന്ന നടപടികളിലേക്ക് കടന്നുവെന്നും അധികൃതർ പറയുന്നു. പട്ടയ നടപടികൾക്കായി രൂപീകരിച്ച സംഘത്തിൽ ആകെയുള്ള 2 സർവേയർമാരുടെ തസ്തികകളും ഒരു ഓഫീസ് അറ്റൻഡന്റ് തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ്. വർക്കർ റെജിമെന്റ് വ്യവസ്ഥയിലാണ് 2 ക്ലർക്കുമാരെ നിയമിച്ചിരിക്കുന്നത്. സർവേയർമാരില്ലാതെ ഭൂമി സർവേ നടത്തുവാനോ മഹസർ തയ്യാറാക്കാനോ കഴിയുകയില്ല. പട്ടയങ്ങൾ വിതരണം നടത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുവാനാണ് തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. സിറ്റി വിഷൻ, മൂന്നാർ. ദേശീയപാത വിഷയത്തിലും ചട്ടഭേദഗതിയിലും കോൺഗ്രസിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചട്ടത്തിന്റെ പ്രയോജനം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ MLAയ്ക്കായിരിക്കുമെന്നും കുഴൽനാടൻ കയ്യേറിയ ഭൂമി സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ അവിടെ കർഷകർ കുടിൽ കെട്ടി താമസിക്കുമെന്നും CV വർഗീസ് സിറ്റി വിഷനോട് പറഞ്ഞു. ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പരസ്യ സംവാദത്തിന് ക്ഷണിച്ച CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് രംഗത്തെത്തിയത്. ഒപ്പം തന്നെ രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്നു. ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ MLAയ്ക്കായിരിക്കുമെന്ന വീടിന്റെ പെർമിറ്റ് എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പട്ടയഭൂമിയിലെ റിസോർട്ട് വിജ്ഞാപനം വരുന്നതോടെ അപേക്ഷ നൽകിയാൽ സാധൂകരിക്കുവാൻ കഴിയുമെന്നും CV വർഗീസ് പറഞ്ഞു. സിറ്റി വിഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു CV വർഗീസിന്റെ പ്രതികരണം. മുതൽ നിയമപരമായി പണിതിട്ടുള്ള ഒരു ബിൽഡിങ്ങിനും ഒരു കൃഷിക്കാരനും യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് പറയുന്ന പോലെ നിലപാട് സ്വീകരിച്ച് എന്തിനും മാത്യു കുഴൽനാടൻ ഇതിൻ്റെ ഗുണഭോക്താവാണ്. മാത്യു കുഴൽനാടൻ അവിടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ് വീടിൻ്റെ പേര് പറഞ്ഞ് ഹോട്ടലുണ്ടാക്കി. അവിടെ 2 റിസോർട്ടുണ്ട്. ആ 2 റിസോർട്ടും ആ പട്ടയത്തിനകത്തിരിക്കുന്ന 2 റിസോർട്ടിനും 50 രൂപ പത്രത്തിലൊരു അപേക്ഷ അയച്ചാൽ മാത്യു കുഴൽനാടൻ അത് 2 സാധൂകരിക്കപ്പെട്ട് കിട്ടും. അപ്പോൾ ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും ആദ്യമായി ഗുണഭോക്തായി മാറുന്ന മാത്യു കുഴൽനാടനാണ്. ഈ കേസ് കൊണ്ടുപോയി മാത്യു കുഴൽനാടനാണ്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. 3 ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല.
ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിനകത്ത് ഒരു പട്ടയദാതാവിന് ഒരു വീട് വെക്കാം, അത് വ്യവസ്ഥയുണ്ട്. അതിനോടനുബന്ധിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ തുടങ്ങുന്നതിന് വേണ്ടി ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ മാത്രം അപേക്ഷ കൊടുത്താൽ മതി. പിന്നെ എന്താ കൊള്ളയെന്താ? ഒപ്പം മാത്യു കുഴൽനാടന്റെ കയ്യേറ്റ വിഷയത്തിലും നിലപാട് കടുപ്പിക്കുകയാണ് CPIM. കയ്യേറിയ ഭൂമി സർക്കാരിന് വിട്ടുനൽകുവാൻ തയ്യാറായില്ലെങ്കിൽ കർഷക തൊഴിലാളികൾ ഭൂമിയിൽ കയറി കുടിൽ കെട്ടുമെന്നും CB വർഗീസിന്റെ മുന്നറിയിപ്പ്. പിന്നെ വലിയ ആദർശം പ്രസംഗിക്കല്ലേ. സർക്കാരിൻ്റെ ഭൂമി 65 സെൻറ്റ് സ്ഥലം അവിടെ വിജിലൻസ് അന്വേഷണം നടത്തി കൈ കെട്ടിയിട്ട് ഈ പറയുന്ന ആദർശം പറയുന്ന മാത്യു കുഴൽനാടൻ കൊടുത്തോ? ആ ഭൂമി ഞങ്ങൾ കൃഷിക്കാരെ കയറ്റാൻ, ഞങ്ങൾ കർഷകത്തൊഴിലാളിയെ കയറ്റാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ ഇതൊന്ന് വന്നിട്ട് ശേഷം ആ 65 ഭൂരഹിതരായി വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. ആ 65 സെൻറ്റ് ഭൂമിയിൽ സർക്കാരിൻ്റെ ഭൂമിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2 വില്ലേജ് ഓഫീസർമാർ സസ്പെൻഷൻ മേടിച്ചോ? മാത്യു കുഴൽനാടൻ കൂടെ നിന്നിട്ട് മേടിച്ചോ? ഒരു ചർച്ചയും നമ്മുടെ നാട്ടിലില്ലല്ലോ. എന്നിട്ട് പുള്ളി പറയുക, ഞാൻ അറിയാതെ അങ്ങനെ പോയപ്പോൾ അതിർത്തി കിടന്നല്ലേ. എന്നാ അതിർത്തി? ആ 65 സെൻറ്റ് സ്ഥലം തിരിച്ചു കൊടുത്തില്ലേ ഞങ്ങളവിടെ ഇന്നൂടെ. അപ്പോൾ ഞങ്ങളിത് കൂടെ ആലോചിക്കുക, ഭൂരഹിതരായ കർഷക തൊഴിലാളികളെ ഞങ്ങളിവിടെ കൂടെ കുടിൽ കിട്ടി. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ നിയമകുരുക്കുകളും ഓരോന്നായി സംസ്ഥാന സർക്കാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ സർക്കാരിന് ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് കള്ളപ്രചരണമെന്നും CB വർഗീസ് കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് ഭരണസമിതി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിരവധിയായി വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോൾ ഭരണസമിതിയെ കരിവാരിത്തേക്കുന്നതിനാണ് ഇത്തരം ആരോപണങ്ങളുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ടൂറിസം പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിഹിതം സഹകരണ ബാങ്കിലെ ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. ഇതടക്കമുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒപ്പം അനധികൃതമായി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ പലതും പ്രവർത്തനരഹിതമാണ്. ഇതിൽ അഴിമതിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ പാടെ തള്ളുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓൺലൈൻ സംവിധാനം നിലവിൽ കൊണ്ടുവന്ന് വരികയും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതൊരു ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ ഇതിനെ കരിവാരി തേക്കാൻ വേണ്ടി അവരിങ്ങനെ മനഃപൂർവ്വം നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അത് രാഷ്ട്രീയപരമായി തന്നെ അതിനെ നേരിടാനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം. ബാങ്കിൽ കൃത്യമായി പണം നിക്ഷേപിക്കുന്നുണ്ട്. ബാങ്കിലെ രേഖകൾ ആർക്ക് വേണമെങ്കിലും കൃത്യമായി പരിശോധിക്കാം. എല്ലാ കണക്കുകളും കൃത്യമാണെന്നും NM ശ്രീകുമാർ. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഒപ്പം ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. അതേസമയം വിഷയം ഉയർത്തിപ്പിടിച്ച് സമരവുമായി മുന്നോട്ട് പോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 21-ാം തീയതി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ദേവികുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കവർച്ച ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി മുൻ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ രംഗത്ത്. ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നും വിഗ്രഹ കച്ചവടം നടത്തുന്ന ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം ഇതിൽ ബന്ധമുണ്ടെന്നും മുൻ കമ്മിറ്റിക്കാരനായ മനോജ് ആരോപിക്കുന്നു. ദേവികുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് മുൻ കമ്മിറ്റിക്കാരനായ മനോജ് ഉന്നയിക്കുന്നത്. രാജഭരണകാലത്ത് സ്ഥാപിച്ച ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം അപഹരിക്കുന്നതിനായി കഴിഞ്ഞ 15 വർഷമായി നീക്കം നടത്തുന്നുവെന്നാണ് ഇയാളുടെ ആരോപണം. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇതിന് ശ്രമിക്കുന്നത്. ഇവർക്ക് ഒത്താശ ചെയ്യുന്നതിനു വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കൂട്ടുനിന്ന ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ തയ്യാറാകുന്നില്ലെന്നും നിലവിലുള്ള ശാന്തിക്കാരന് താന്ത്രിക വിധിപ്രകാരമുള്ള ഒന്നും അറിയില്ലെന്നും അദ്ദേഹത്തിന് ചെന്നൈ സംഘവുമായി ബന്ധമുണ്ടെന്നും മനോജ് ആരോപിക്കുന്നു. തന്ത്രി പോലും അതിനെ എതിർപ്പ് പറഞ്ഞിട്ട് പോലും ഇയാളെ വെച്ചാണ് അവിടെ പൂജ നടത്തുന്നത്. അതിന്റെ അർത്ഥം ഈ ചെന്നൈ ബേസിലുള്ള കമ്പനിക്ക് ഈ തട്ടിക്കൂട്ട് സംഘത്തിന് ഈ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം അടിച്ചു മാറ്റാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ക്ഷേത്രത്തിനെ സഹായിക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റി നിർത്തി, അവരെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മാറ്റി, അവരുടെ പൂജാ ദിവസങ്ങളിൽ നിന്ന് മാറ്റി, എല്ലാം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.
മുമ്പ് വിഗ്രഹം അപഹരിക്കാൻ നീക്കം നടത്തിയപ്പോൾ താൻ ഇടപെട്ടിരുന്നു. എന്നാൽ അന്നത്തെ ജീവനക്കാരനെ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കടന്നെന്നാരോപിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്നും മനോജ് പറയുന്നു. ഞാൻ അതിനകത്ത് ഇടപെടുകയും ചെയ്തപ്പോഴാണ് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു സംബന്ധിയെ കൊണ്ട് ഞങ്ങൾക്ക് അന്നത്തെ ക്ഷേത്രത്തിലെ ഇതിനെ എതിർത്ത എനിക്കെതിരെ ദേവസ്വം ബോർഡിലെ ഈ ജീവനക്കാരനെ കൊണ്ട് ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ് പരാതി കൊടുപ്പിക്കുകയുണ്ടായി. ഇത് സ്ഥിരം സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ആ പഞ്ചലോഹ വിഗ്രഹം എങ്ങനെയും അവിടുന്ന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ശാന്തിക്കാരെയും ആര് പരാതി പറഞ്ഞാലും ഇവര് മാറ്റാൻ തയ്യാറല്ലാത്ത ഈ തട്ടിക്കൂട്ട് ശാന്തിക്കാരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. കാരണം അവിടെ ഒരു ജീവനക്കാരും സ്ഥിര ജീവനക്കാരായിട്ട് നിയമിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ആരും ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും ഇയാൾ ആരോപിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കിയിൽ മരം വെട്ടിക്കടത്തിയതിന് വനംവകുപ്പിനെ അറിയിച്ചുവെന്നാരോപിച്ച് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ശാന്തൻപാറ പേത്തൊട്ടി സ്വദേശികളായ ആലുംവീട്ടിൽ രാജേഷ്, കുറുമ്പയിലിൽ അലൻ, എസ്റ്റേറ്റ് പൂപ്പാറ സ്വദേശി കാക്കുന്നിൽ അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ശാന്തൻപാറ പേത്തൊട്ടി സ്വദേശിയായ വാഴേപ്പറമ്പിൽ വിനീഷിനെയാണ് ഇവർ മർദ്ദിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പേത്തൊട്ടിയിലെ കൃഷിയിടത്ത് നിന്നും വിനീഷ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി 3-അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്. മേഖലയിലെ CHR ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടിക്കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ വിനീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വിനീഷ് ശാന്തൻപാറ പോലീസ് നൽകിയിരുന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ രാജേഷ്, അരുൺ, അർജുൻ എന്നിവർ കള്ളത്തടി വെട്ട് കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. സിറ്റി വിഷൻ, പൂപ്പാറ. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയിരിക്കുകയാണെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലാണ് ശക്തമായ പ്രതിഷേധം UDF സംഘടിപ്പിക്കുന്നതെന്നും വഖഫ് വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണെന്നും എരിതീയിൽ എണ്ണയൊഴിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്നതാണ് പ്രശ്നമെന്നും PMA സലാം പറഞ്ഞു. അല്ല, സർക്കാർ നിയമപരമായി നീങ്ങട്ടെ എന്ന് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് നിയമപരമായ കാര്യമാണ്. അതാണെങ്കിലും അല്ലെങ്കിലും അത് തീർക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാക്കണം. അതുണ്ടായിട്ടില്ല. ഗവൺമെൻറ് ഇവിടെ ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാനാണ്, സ്പർദ്ധയുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ ഭിന്നിപ്പിലൂടെ എത്ര വോട്ട് കിട്ടും എന്നാണ് ഇടതുമുന്നണി ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഒരു വിരൽ പോലും ഈ കാര്യത്തിൽ അനക്കാതെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയും ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPയെ അടക്കം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാജീവ് ഭവനിൽ നിന്നും പ്രകടനമായി ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷൻ കവാടവും പോലീസ് സ്റ്റേഷനകത്തേക്കും കയറിയാണ് പ്രതിഷേധം നടത്തിയത്. തൊടുപുഴ DYSP അടക്കമുള്ളവർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രവർത്തകരും പോലീസും സംയമനം പാലിച്ചു. ഞങ്ങളുടെ നേതാക്കന്മാരെ മുഖം അടിച്ച് തകർക്കുകയും കണ്ണടിച്ച് തകർക്കുകയും നെറ്റിയടിച്ച് തകർക്കുകയും തല ഉൾപ്പെടെ അടിച്ച് തകർക്കുന്ന ഈ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. സ്റ്റേഷനകത്ത് മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് പിന്തിരിഞ്ഞ് റോഡിൽ ടയർ കത്തിച്ച് പ്രതിഷേധിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ നരനായാട്ട് നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു. പോലീസ് സ്റ്റേഷന് മുന്നിൽ നേരിയ സംഘർഷമുണ്ടായി.
തുടർന്ന് നടന്ന ഉപരോധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അണികളെ തെരുവിൽ കയറൂരി വിട്ടിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ ആ പണി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പിണറായിക്ക് എതിർവായില്ലാതെ കല്ലേ പിളക്കുന്ന കൽപ്പനകൾ നടപ്പാക്കിക്കൊണ്ട് ഭരിച്ചതുപോലെ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് ഇവിടുത്തെ ഏതെങ്കിലും പോലീസ് അധികാരികളുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊന്ന് വിളിക്കൂ. നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചത് മാത്രമേ കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിൽ സമരം അവസാനിപ്പിക്കുള്ളൂ. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KA മാത്യു, പ്രശാന്ത് രാജു, ആൽബിൻ മണ്ണഞ്ചേരി, രാജൻ കാലാച്ചിറ, സജിമോൾ, ഷാജി, ജിദ്ദിൻ ഉപ്പമാക്കൽ, ഷമേജ് K. ജോർജ്, PS മേരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ ആരോപണവുമായി പെൻഷൻ സമര നായിക മറിയക്കുട്ടി. ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള അടിമാലി ബസ് സ്റ്റാൻഡിലെ ബഗ് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്ത് നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം. ബഗ് ഷോപ്പുകളുടെ ലേലം കാലാകാലങ്ങളായി പ്രഹസനം മാത്രമായി മാറുന്നുവെന്നും തനിക്കുൾപ്പെടെ ബഗ് ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നുമാണ് മറിയക്കുട്ടിയുടെ ആവശ്യം. അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബഗ് ഷോപ്പുകളുടെ ലേലവും നടത്തിപ്പും സംബന്ധിച്ചാണ് പെൻഷൻ സമര നായിക മറിയക്കുട്ടി പഞ്ചായത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിലെ ബഗ് ഷോപ്പുകൾ പഞ്ചായത്ത് വേണ്ടവിധം ലേലം ചെയ്ത് നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് മറിയക്കുട്ടിയുടെ ആരോപണം. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല, മുൻകാലങ്ങളിലൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥയെന്നും മറിയക്കുട്ടി ആരോപിക്കുന്നു. ഓരോ വർഷവും ബഗ് ഷോപ്പുകളുടെ ലേലം പ്രഹസനമായി മാത്രമേ നടക്കുന്നുള്ളൂവെന്നും തനിക്കുൾപ്പെടെ ബഗ് ഷോപ്പുകളുടെ ലേലത്തിൽ പങ്കുകൊള്ളാൻ സാധാരണക്കാർക്കും അവസരമൊരുക്കണമെന്നും മറിയക്കുട്ടി ആവശ്യപ്പെടുന്നു. എനിക്ക് ഈ പഞ്ചായത്ത് ഇവിടെ തുടങ്ങിയിട്ട് 40 വർഷത്തോളമായി. ഇന്ന് വരെ ഒരു ലേലം ചെയ്യുക, പൊതുജനങ്ങൾ അറിയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യ. എനിക്ക് ഈ പ്രാവശ്യം ഈ പഞ്ചായത്തിൻ്റെ ഒരു മുറിവാണ്. കാലാകാലങ്ങളായി ബങ്ക് ഷോപ്പുകൾ ഏതാനും ചിലരുടെ കൈവശമിരിക്കുന്ന സ്ഥിതിയുണ്ട്. ജീവിതമാർഗത്തിനായി വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്നവരുടെ വഴിയോരക്കടകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്ന പഞ്ചായത്ത് ബങ്ക് ഷോപ്പുകൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കും വിധം ലേലം ചെയ്ത് കൈപ്പറ്റാൻ അവസരമൊരുക്കുന്നില്ലെന്നും
മറിയക്കുട്ടി പരാതി ഉന്നയിക്കുന്നു. വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിനു മുമ്പിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും മറിയക്കുട്ടി വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കാഞ്ചിയാർ ലബ്ബക്കട കാൽത്തൊട്ടി റോഡിന്റെ നവീകരണം ഉടൻ തന്നെ പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. നിലവിൽ റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് വകയിരുത്തിയെങ്കിലും നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. നിലവിൽ റോഡിലെ കുഴികളുള്ള ഭാഗത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് മഴ സമയത്തുണ്ടാകുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഉണ്ടാക്കുന്നത്. നിലവിൽ അനുവദിച്ച തുക ഉപയോഗിച്ച റോഡിൽ പൂർണ്ണമായും നവീകരിക്കാൻ കഴിയില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. കാഞ്ചിയാറിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചിയാർ ലബ്ബക്കട കൽത്തൊട്ടി റോഡിന്. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലാണ് ഇപ്പോഴും ഈ റോഡുള്ളത്. സ്കൂളുകൾ, ദേവാലയങ്ങൾ ഉൾപ്പെടെയുള്ളതും നിരവധി കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗവുമാണ് ഈ റോഡ്. ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് വലിയ കുണ്ടും കുഴിയും നിലവിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. യാത്രാക്ലേശം രൂക്ഷമായതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ മുൻപിൽ നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടുണ്ട്. ഒടുവിലാണ് ഈ റോഡ് നിർമ്മാണത്തിനായി തുക വകയിരിക്കുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. നിലവിൽ കുണ്ടും കുഴിയുമായി ദുരിതമനുഭവിച്ചാണ് നാട്ടുകാർ കടന്നു പോകുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രതിദിനം JPM കോളേജ്, കട്ടപ്പന, സെൻറ് ജോർജ് ഉൾപ്പെടെയുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന ഈ റോഡിൽ ഇത് സഞ്ചാരയോഗ്യമാക്കണം എന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സഞ്ചാരയോഗ്യമാക്കില്ല എന്ന് മാത്രമല്ല, ഒരു മഴ പെയ്താൽ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ്. ഈ റോഡിലെ കുഴികളിൽപ്പെട്ട വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ മഴ ശക്തമായതോടെ വലിയ വെള്ളക്കെട്ടും റോഡിൽ രൂക്ഷമാണ്. റോഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലിങ്കുകളടക്കം മൂടപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ മറ്റൊരു കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കൂടാതെ റോഡിനായി അനുവദിച്ച തുക ഉപയോഗിച്ച് റോഡ് പൂർണ്ണമായും നവീകരിക്കാൻ കഴിയില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാരുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കി എത്രയും വേഗം റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്ന് ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഭാവി വികസനത്തിന് പൊതുജനാഭിപ്രായം സ്വീകരിക്കുന്നതിനുമായി നടത്തിവരുന്ന വികസന സദസ്സ് ദേവികുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചു. മാട്ടുപ്പെട്ടിയിലെ KLD ബോർഡ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ ഉദ്ഘാടനം ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിൻസി റോബിൻസൺ നിർവഹിച്ചു. ദേവികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. സെൽവം അധ്യക്ഷത വഹിച്ചു. ദേവികുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി സജി കുമാർ R അവതരിപ്പിച്ചു. സർക്കാരും ത്രിതല പഞ്ചായത്തുകളും കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പുതിയ പദ്ധതികളെപ്പറ്റി ആലോചിക്കുന്നതിനുമായി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തുന്ന വികസന സദസ്സ് 14 രാവിലെ 10:30 രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന 14 രാവിലെ ആരംഭിക്കുന്ന വികസന സദസ്സ് ഉടുമ്പൻചോല MLA M. മണി ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MS സതി എന്നിവർ പ്രസംഗിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ജോൺസൺ വികസന റിപ്പോർട്ട് അവതരിപ്പിക്കും. വികസന സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. ആവിഷ്കരിച്ചിരിക്കുന്നത് തന്നെ ജനങ്ങളിലോട്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെന്നും അതുപോലെ ഇനി നമ്മുടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും കൂടെ ജനങ്ങൾക്ക് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ്, വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ്, ബിജി സന്തോഷ്, KP സുബേഷ്, CR രാജു, വീണ അനൂപ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. NRCT SNB ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ 4 ദിവസമായി നടന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. NRCT SNB ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. 416 പോയിന്റ് നേടിയാണ് NRCT SNB ഹയർ സെക്കൻഡറി സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. 215 പോയിന്റുമായി പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും 127 പോയിന്റുമായി നങ്കി സിറ്റി SN ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഉപജില്ലയിലെ 54 സ്കൂളുകളിൽ നിന്നായി
1480 കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഒന്നാം ദിവസം ത്രോ മത്സരങ്ങളും 2-3 ദിവസങ്ങളിൽ കായിക മത്സരങ്ങളും 4-ാം ദിവസം LP UP കുട്ടികളുടെ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. മത്സരങ്ങൾക്ക് ശേഷം നടത്തിയ സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ ഉദ്ഘാടനം നിർവഹിച്ച സമ്മാനദാനം നടത്തി. പൊതുവിദ്യാഭ്യാസ രംഗം കായിക രംഗത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് കഴിയണം. 4 ദിവസമായി നടന്ന കായികമേള നല്ല രീതിയിൽ തന്നെ. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായിക അധ്യാപകൻ ജിജി ജോസിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അടിമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനിയമ്മ ജോർജ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ OS റജി സ്വാഗതവും സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി AS സുനീഷ് നന്ദിയും രേഖപ്പെടുത്തി. PTA പ്രസിഡന്റ് VN ഉല്ലാസ, ഹെഡ്മാസ്റ്റർ KR ശ്രീനി, കായിക അധ്യാപകൻ A സുനിൽകുമാർ, KS രതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ രാജാക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 16,390 രൂപ, പവന് 91,120 രൂപ, വെള്ളി ഗ്രാമിന് 187 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റദ്ദാക്കിയ രവീന്ദ്രൻ പട്ടയത്തിനു പകരം 2 മാസത്തിനകം പട്ടയം നൽകുമെന്ന വാഗ്ദാനം നൽകിയിട്ടും ഭൂവുടമകൾക്ക് പട്ടയം കിട്ടിയില്ല. 530 പട്ടയങ്ങളാണ് 2022 ജനുവരി 18-ന് സർക്കാർ റദ്ദാക്കിയത്. ദേശീയപാത വിഷയത്തിലും ചട്ടഭേദഗതിയിലും കോൺഗ്രസിനെ പരസ്യ സംവാദത്തിന് ക്ഷണിച്ച CPIM. ചട്ടത്തിന്റെ പ്രയോജനം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ MLAയ്ക്കായിരിക്കുമെന്നും CV വർഗീസ്. ചിന്നക്കനാൽ പഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ദേവികുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം കവർച്ച ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി മുൻ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ രംഗത്ത്. ക്ഷേത്രത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിച്ചിട്ടില്ലെന്നും മുൻ കമ്മിറ്റിക്കാരനായ മനോജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.